ഗായ്സ്, അങ്ങനെ ഞാൻ കാത്തിരുന്ന എൻ്റെ കസിൻ്റെ കല്യാണ ദിവസം ആയിട്ടുണ്ട്. ഇന്ന് മാർച്ച് 30. ഞാനൊരു 3:30 ആയപ്പം അലാറം വയ്ക്കാതെ തന്നെ എണീറ്റിട്ടുണ്ട്. കാരണം ഇന്നത്തെ കല്യാണത്തിനിടേണ്ട ബ്ലൗസ് ഇതുവരെയും റെഡി ആയിട്ടില്ല. കുറച്ച് പണികളും കൂടെ ഉണ്ട്. ഇപ്പം സമയം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയേ ഡേറ്റ് നോക്കിയേ, മാർച്ച് 30. കുറച്ച് മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഈ ബ്ലൗസ് ഇട്ടിട്ട് പോവേണ്ടതാണ്. ഇനി മെഹന്തി ഇടണം, 5:30 ഒരുങ്ങാൻ പോകണം. അങ്ങനെ ഒത്തിരി പരിപാടീസ് ഉണ്ട്. ഒരു 5 മണിയായപ്പം ബ്ലൗസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മെഹന്തി ഇട്ടു. ഒരു 10-15 മിനിറ്റേ വെച്ചുള്ളൂ. ബിഗ് ഓണായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് ഒക്കെ എടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വാവ ഉണർന്നിട്ടുണ്ടായിരുന്നു. അതും വലിയൊരു ടാസ്ക് ആണ്. 2 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യണം. വാവ അത്ര വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ആ ചേച്ചിയുടെ പ്രോഡക്ട്സ് ഒക്കെ എടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി തന്നെയായിരുന്നു എടുത്ത് കൊടുത്തത്. ഞാൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് പോലും എൻ്റെ വാവയ്ക്ക് കൊടുക്കാറില്ല. ബട്ട് ആ ചേച്ചി ഭയങ്കര കൂളായിരുന്നിട്ട് നല്ല സോഫ്റ്റ് ബിഹേവിയർ ആയിരുന്നു. നമ്മളെ കംഫേർട്ട് ആക്കി റെഡിയാക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയായിരുന്നു എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നത്. ബിക്കോസ് ചിലർ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ രീതിക്ക് നമ്മൾ ഒരുക്കത്തുള്ളൂ. അത് കുറേ കഷ്ടപ്പെട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ രീതിയിലോട്ട് ആക്കാൻ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മാരേജിനല്ലാതെ പുറത്ത് പോയി മേക്കപ്പ് ചെയ്തിട്ടില്ല. ബട്ട് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ അത്യാവശ്യം നല്ല പാടുപെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആവശ്യമുള്ള ഹെയർ സ്റ്റൈൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്താണ് കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഈ ചേച്ചിക്ക് ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അതേ കണക്ക്, എക്സാക്ട്ലി അതേ കണക്ക് എനിക്ക് ചെയ്തു തന്നു. അതേപോലെ തന്നെ ഞാൻ മേക്കപ്പിൻ്റെ കാര്യത്തിൽ കുറേ സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം മനസ്സിലാക്കി. അതേപോലെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കര സിമ്പിൾ മേക്കപ്പ് ആയിരുന്നില്ല ആഗ്രഹിച്ചത്. എന്നാൽ ഒത്തിരി ഓവർ ആവുകയും വേണ്ട. കാരണം ഓവർ മേക്കപ്പ് എനിക്ക് ചിലപ്പോൾ ചേർന്നില്ലെന്ന് വരും. ഞാൻ ഫസ്റ്റ് റെഡിയായി വന്നപ്പോൾ തന്നെ ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ, വല്യമ്മ, അങ്ങനെ ഒത്തിരി പേര് ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയിൽ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം മേക്കപ്പ് ചെയ്ത് പോയാലും അത് ഭയങ്കര ഓവർ ആകില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും നല്ല സൂപ്പർ ആയിട്ടായിരുന്നു വന്നിരുന്നത്. ബട്ട് ഈ ഒരു മേക്കപ്പ് എൻ്റെ ഹസ്ബൻഡ് ഫാമിലിയിലാണ് ഞാൻ ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം ഓവറായേനെ. കാരണം അവിടെ ആരും അങ്ങനെ ഒരുങ്ങാറില്ല. ബട്ട് ഞാൻ അത്യാവശ്യം കെട്ടി ഒരുങ്ങി തന്നെയാണ് ഏതൊരു ഫംഗ്ഷനും പോകാറുള്ളത്. ബിക്കോസ് ഞാൻ കണ്ടു വളർന്ന ശീലം അതാണ്. സോ എനിക്കങ്ങനെ മേക്കപ്പ് ഇടാതെ ഒരിടത്തും പോകാൻ പറ്റാറില്ല. ആൻഡ് അന്നത്തെ ഫോട്ടോസ് ഷെയർ ചെയ്തപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് ഹസ്ബൻഡ് കൂടെ മാച്ചിങ് കളറായിരുന്നെങ്കിൽ സെറ്റ് ആയനെ എന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതെനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഞാനൊരു ഫംഗ്ഷൻ വരുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുത്തിട്ടാണ് ഓരോ കളറ് സെറ്റ് ചെയ്യുന്നത്. അതെൻ്റെ ഹസ്ബൻഡും കൂടെ ചേരുമോ എന്നും കൂടെ നോക്കിയിട്ടും കൂടെയാണ് ഞാനിത് സെറ്റ് ചെയ്യാറുള്ളത്. സ്കൈ ബ്ലൂ അല്ലെങ്കിലും ബ്ലൂ ഷെയ്ഡ് ഷർട്ടാണ് ഞാൻ ഹസ്ബൻഡ് വിചാരിച്ചിരുന്നത്. ബട്ട് ആള് എല്ലാ കാര്യത്തിലും ലാസ്റ്റ് മിനിറ്റ് പോകുന്ന ആളാണ്. എത്ര വലിയ ഫംഗ്ഷൻ ആയാലും തലേ ദിവസം പോയി ഡ്രസ്സ് എടുക്കും. അങ്ങനെ വാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഹസ്ബൻഡ് ഡ്രസ്സ് കിട്ടാതെ വരെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, നിനക്കെന്താ ഹസ്ബൻഡ് ഡ്രസ്സ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചുകൂടായിരുന്നു? അതിനൊരു എക്സ്പ്ലനേഷൻ തന്നാൽ ഈ വീഡിയോ തികയാതെ വരും. അതുകൊണ്ട് നമുക്ക് നേരെ കല്യാണത്തിനോട്ട് പോവാം. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറേയുള്ള ഓഡിറ്റോറിയത്തിലായിട്ട് കല്യാണം ഒരു 12 മണിക്ക് ശേഷമാണ്, 10:30 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു സ്വീകരണം വന്നിട്ടുള്ളത്. നമ്മൾ അതിനു മുമ്പേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനി വാവയുടെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. എൻ്റെ സാരിയുടെ ബ്ലൗസിൽ നിന്ന് തന്നെയാണ് അവളുടെ ബ്ലൗസിന് ഫാബ്രിക് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്കേർട്ട് പോർഷന് വേണ്ടി ഞാൻ വേറെ ബ്രൊക്കേഡിൻ്റെ ഫാബ്രിക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് വെറും മോശമായിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുണ്ട് ബട്ട് നല്ല രീതിയിൽ കളർ പോകുന്നുണ്ട്. അത് സ്റ്റിച്ച് ചെയ്ത ടൈമിൽ തന്നെ എൻ്റെ കയ്യിലൊക്കെ കളറാവുന്നുണ്ടായിരുന്നു. ആൻഡ് അവൾ അത് ഇട്ടപ്പോഴും ഇടുപ്പിലൊക്കെയും കളറാവുന്നുണ്ടായിരുന്നു. ഞാൻ വാഷ് ചെയ്തിട്ട് പോലും സ്റ്റിൽ ഇപ്പോഴും നല്ല രീതിക്ക് അത് കളർ പോകുന്നുണ്ട്. ബട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എൻ്റെ ബ്ലൗസിന് വേണ്ടിയിട്ട് വാങ്ങിയ ആ ബീഡ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വാവയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. ഇതെൻ്റെ കൊച്ചിൻ്റെ മോളാണേ. ഒരാളും കൂടെ ഉണ്ട് ബട്ട് ആൾ വന്നിട്ടില്ല. നമ്മൾ ചെറുമക്കൾ 6 പേരും ഒരുമിച്ച് പങ്കെടുത്ത ഒരേ ഒരു കാര്യം എൻ്റെ കല്യാണം മാത്രമാണ്. ബാക്കി ഒരു ഫംഗ്ഷനും നമ്മൾ ആരെങ്കിലും ഒരാളെങ്കിലും കാണില്ല. ഇതാണ് എൻ്റെ കസിൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കല്യാണ പയ്യൻ്റെ സ്വന്തം സഹോദരി. ഞാനും അവളും 1 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ കാണാനായാലും ഫുള്ളി കളിച്ച് വളർന്നതെല്ലാം ഒരുമിച്ചായിരുന്നു. കുറേ കൂടെ വലുതായപ്പോൾ നമ്മൾ വെക്കേഷൻ വരാൻ കാത്തിരിക്കും തമ്മി കാണാൻ വേണ്ടി. നമ്മുടെ എല്ലാ സ്പെഷ്യൽ ഡേയ്സും ഒരു 6 മാസത്തിന് ഇടയ്ക്കായിരിക്കും, ഇൻക്ലൂഡിങ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചത് പോലും. അവർ തമ്മിലും 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. ആൻഡ് ഇതാണ് എൻ്റെ അമ്മ. ഇതെൻ്റെ സ്വന്തം സഹോദരൻ. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് എൻ്റെ സാരിക്ക് പെർഫെക്റ്റ് മാച്ച് അവൻ്റെ ഷർട്ടാണ്. അവന് ലാസ്റ്റ് മിനിറ്റിൻ്റെ ആളാണ്. എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻ്റെ തലേ ദിവസം പോയി എടുക്കുന്ന ആളാണ്. ഒത്തിരി വീഡിയോസ് എടുത്തെങ്കിലും ഒന്നിനും തന്നെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. എൻ്റെ ഇനി അത്യാവശ്യം നല്ല രീതിക്ക് വീഡിയോസ് എടുക്കും. ബട്ട് എൻ്റെ അല്ല, മറ്റുള്ളവരുടെ വീഡിയോസ് എടുക്കും. എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. വല്ലപ്പോഴും ആണ്ടിലെ സംക്രാന്തിക്കും ഏതെങ്കിലുമൊക്കെ നല്ല വീഡിയോസ് കിട്ടിയാലായി. ഞാൻ ഇതിൻ്റെ വർക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് എടുക്കാൻ പറഞ്ഞത്. വിച്ച് മീൻസ് എൻ്റെ ബ്ലൗസ് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. അപ്പം ആ വർക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് എടുത്ത് താടാന്നാണ് പറഞ്ഞത്. ബട്ട് അവൻ ഫുൾ ലെങ്ത് വീഡിയോ എടുത്തിരുന്നു, ഒരു ക്ലാരിറ്റി ഇല്ലാതെ. അങ്ങനെ മുഹൂർത്തത്തിൻ്റെ ടൈമായി ഞങ്ങൾ മണ്ഡപത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ ഇത് 2ാമത്തെ വട്ടമാണ് മണ്ഡപത്തിൽ കയറുന്നത്.
സൈഡിലായിരുന്നു നിന്നിരുന്നത്. എൻ്റെ റൈറ്റ് സൈഡ് എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നാറില്ല. എനിക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതുകൊണ്ട് തന്നെ ഒരു വീഡിയോസിലും ഞാനില്ല, ആരും എടുത്ത വീഡിയോസിലില്ല, വെഡ്ഡിങ് ഹൈലൈറ്റ്സിലും ഞാനില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സാരി പോലും ഇല്ല. ഞാനവിടെ നിന്നിട്ടുണ്ടെന്നുള്ളൊരു അടയാളമേ ഇല്ല. ബാക്കി എല്ലാവരും വീഡിയോസിലുണ്ട്, ഞാൻ മാത്രമില്ല. ഞാൻ ഫസ്റ്റ് നിന്ന പൊസിഷനായിരുന്നു ഏറ്റവും കൂടുതൽ ഫോക്കസ് ആയത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളെല്ലാവരും ഇതും പറഞ്ഞ് ശരിയായിരുന്നു. ഒന്നിലും ഞാനില്ല. ഇനി വെഡ്ഡിങ് വീഡിയോ ഫുള്ളായിട്ട് വരുമ്പോഴെങ്കിലും ഞാൻ ഉണ്ടെങ്കിൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ സദ്യ ഉണ്ടാകാൻ പോയിട്ടുണ്ടായിരുന്നു. സദ്യയുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നമ്മുടെ നോർമൽ ട്രിവാൻഡ്രം സദ്യ ഉണ്ടല്ലോ, അത്യാവശ്യം നിറയെ കറികളുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി കറികളുണ്ടായിരുന്നു. നല്ല സദ്യയായിരുന്നു. നമുക്കങ്ങനെ പ്രത്യേകിച്ച് സാരിയൊന്നും ഇല്ല കേട്ടോ. ആദ്യം നമ്മളൊരു സാരി ഉടുക്കും, അത് കഴിഞ്ഞിട്ട് പയ്യൻ കൊണ്ടുവരുന്ന അതേ സാരിയിലാണ് നമ്മുടെ താലി കെട്ടും. നമ്മുടെ താലിക്കും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ മഞ്ഞ ചരട്ടിലാണ് താലി കെട്ടുന്നത്. നമ്മുടെ താലിയുടെ ഡിസൈന് ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ബട്ട് എൻ്റെ കല്യാണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എൻ്റെ കല്യാണം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ആൻഡ് ഇതാണ് എൻ്റെ റിസപ്ഷൻ ഡ്രസ്സ്. ഇത് ഞാൻ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്ത വീഡിയോ ആണ്. ബിക്കോസ് ഞാൻ റിസപ്ഷൻ്റെ അന്ന് ഫോണിൽ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ കിട്ടാൻ എന്തായാലും ലേറ്റ് ആവും. എനിക്ക് ലക്ഷ്മിയുടെ ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സാരി ആയിരുന്നു, മെറൂൺ കളർ സാരി, നിറയെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ചേട്ടൻ്റെ കുറച്ച് പോർഷൻസ് കാണാം. ബട്ട് ലക്ഷ്മിയുടെ ഫോട്ടോസ് ഒന്നും തന്നെ ഇല്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട്, കിട്ടുന്നെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. പിന്നെ ഇതെല്ലാം ചേട്ടൻ്റെ അച്ഛൻ്റെ ഫാമിലിയാണ്, ഞങ്ങൾ അമ്മയുടെ ഫാമിലിയാണ്. അവർ അച്ഛൻ്റെ ഫാമിലിയിൽ ഒത്തിരി ചെറുമക്കളുണ്ട് കേട്ടോ. അവർ 19 പേരെങ്ങാണ്ടുണ്ട്. എനിക്ക് കറക്റ്റ് നമ്പർ അറിയില്ല, എങ്കിലും ഏകദേശം അത്രയൊക്കെ തന്നെയാണ്. എല്ലാവരുടെ ആ ഒരു കൂട്ടായ്മ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഞാനും കളിക്കാമെന്ന് വിചാരിച്ചതാണ്, ബട്ട് ലാസ്റ്റ് മിനിറ്റാണ് എൻ്റെ ഡ്രസ്സെല്ലാം റെഡി ആയത്. അപ്പോൾ പിന്നെ ഡാൻസിൻ്റെ കാര്യം നോക്കിയാൽ എന്തായാലും എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം ഒക്കെ ആകില്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഡാൻസൊക്കെ എല്ലാവരും പോയതിന് ശേഷം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമുള്ള ടൈമിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. ബട്ട് എക്സാക്ട് ഡാൻസ് കഴിഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു അരമണിക്കൂർ ട്രാവൽ ഡിസ്റ്റൻസ് അത്ര ദൂരത്തൊക്കെ കെട്ടിച്ചു വിട്ടിട്ടുള്ളൂ. ബട്ട് എന്നെ ഒഴിച്ച് എനിക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓഡിറ്റോറിയത്തിൽ നിന്ന് 1.5 മണിക്കൂർ വരെ ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞ് ആ ഒരു സ്പോട്ടിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണത്തിന് ശേഷം എൻ്റെ ഫാമിലിയിൽ ഞാൻ അറ്റൻഡ് ചെയ്ത വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആയിരുന്നു അത്. പണ്ട് ചേട്ടൻ എപ്പോഴും തമാശയ്ക്ക് പറയുമായിരുന്നു, എൻ്റെ മാരേജിന് നിങ്ങൾക്ക് മക്കളൊക്കെ ആയി അവരെ എടുത്തുകൊണ്ട് ഫുൾ ടൈം നടപ്പായിരിക്കും. ബട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും മക്കളായിട്ടുണ്ട്. ബട്ട് നമ്മുടെ സറൗണ്ടിങ്സ്, വിച്ച് മീൻസ് നമ്മുടെ ഹസ്ബൻഡ്സ് ആയാലും അവരുടെ ഫാമിലീസ് ആയാലും നമ്മുടെ ഫാമിലീസ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വക മൊമെൻറ്റ്സ് ഒക്കെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാതെ വരാറില്ല. ആ ഒരു കാര്യത്തിന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. ബൈ.